കോഴിക്കോട് ഫറൂഖിലുള്ള അബ്ദുൾ റഹീമിൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ തവണ നമ്മളിവിടെ എത്തുമ്പോൾ ഈ ഉമ്മയായിട്ട് സംസാരിച്ചത് ഒരു 34 കോടി രൂപ മോചനദ്രവ്യം സ്വരൂപിച്ചതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിരുന്നു. ഇപ്പോൾ ഒരു കടമ്പ കൂടി കടന്നിരിക്കുകയാണ്. അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ സൗദി കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. ഈ നിമിഷത്തിൽ ഉമ്മ എങ്ങനെയാണ് സന്തോഷം പങ്കുവയ്ക്കുന്നത്? പെട്ടെന്ന് എൻ്റെ കുട്ടീനോട് എത്തിച്ചേരാൻ വധച്ചതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി കണ്ടാലല്ലാതെ ഞാനെങ്ങനെ സന്തോഷം പറയാം. വരുന്നത് കേട്ട് 3 മാസം ഇപ്പം കഴിഞ്ഞില്ലേ. ഇത്രയും പെട്ടെന്ന് കഴിച്ചിലാക്കി തരും, ഇവിടെ എത്തിച്ചേരും നിങ്ങളൊക്കെ പല സഹായം കൊണ്ടിട്ട്. ഒരു 2 മാസത്തിനുള്ളിൽ അബ്ദുൾ റഹീം എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. കണ്ടാലല്ലാതെ ഞാൻ എങ്ങനെ സന്തോഷം പറയാം. നിങ്ങളൊക്കെ സഹായിച്ചതിന് ഞാൻ നിങ്ങളൊക്കെ നന്ദി പറയുന്നു. ഇതൊക്കെ അല്ലാഹു അതിനുള്ള ഫലം തരട്ടെ. നിങ്ങളൊക്കെ സഹായം കൊണ്ടല്ലേ എൻ്റെ കുട്ടി ആ പൈസ ഒക്കെ അവിടെ എത്തിയത്. ഇപ്പോൾ കോടതി ആ ഒരു വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ തോന്നി? ഈ നിമിഷത്തിൽ നമ്മളൊരു കടമ്പ കൂടി കടന്ന് അബ്ദുൾ റഹീം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെ തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. കോടതി വിധി ഉത്തരവ് വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഉള്ളത്. അതിനു വേണ്ടിയിട്ട് സഹകരിച്ച ലോക ജനതയ്ക്ക്, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും, പല രീതിയിലും പല വിധത്തിലും സഹകരിച്ച പലവിധ ആളുകളും, സംഘടനകളായിട്ടും സമുദായങ്ങളായിട്ടും എല്ലാ രീതിയിലും സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഉമ്മ തൽക്കാലം ഒരു ആശ്വാസം. അൽഹംദുലില്ലാ ആശ്വാസം തന്നെ. ആശ്വാസത്തോടു കൂടി വന്ന് കാണട്ടെ കുട്ടി. നല്ല ആശ്വാസം പറയാൻ കഴിയുള്ളൂ മക്കളെ. ഇങ്ങനെ പറയുമ്പോൾ വരെ അതിന് കൂടെ ദുഃഖം വരെ ഇത്രയും നീട്ടി പോവുകയാണല്ലോ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കുള്ള വേദന. ഇത്രയും പെട്ടെന്ന് കഴിച്ചിലാക്കി തരട്ടെ. 18 വർഷമായി തൻ്റെ മകനെ കാണാത്ത ഒരു വിഷമം ഉമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം എന്നുള്ള പ്രാർത്ഥനയിൽ കഴിയുകയാണ് ഉമ്മ. എന്തായാലും ഒരു കോടതി കൂടി എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം ജന്മനാട്ടിലെത്തും. ക്യാമറ പേഴ്സൺ സജീത, മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.